നല്ല ചൂട് ചായക്കൊപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള നല്ലൊരു എഗ്ഗ് കട്ട്ലറ്റാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായിട്ടുള്ള ഈ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. കട്ട്ലറ്റ് ഉണ്ടാക്കാനായി ഞാനിവിടെ 4 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിനി ഇതുപോലെ ഈ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇതിന് പകരം കൈകൊണ്ട് നന്നായി കട്ടയില്ലാതെ പൊടിച്ചെടുത്താലും മതിയാവും. മുട്ടയെല്ലാം ഞാനിവിടെ നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. 6 സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ബ്രെഡ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു വലിയ ഉള്ളി ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചെറുതായി കൊത്തി നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതും ഒരു പിടി മല്ലിയിലയും കൂടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട്ലറ്റ് പൊതിയാൻ ആവശ്യമായി ഒരു 3 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് എഗ് കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡ് സ്ലൈസ് ആയിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ മുക്കി നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം. വെള്ളം നന്നായി പിഴിഞ്ഞ് കളയണം. ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയിലേക്കൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ബ്രെഡും നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ മുക്കി നന്നായി പിഴിഞ്ഞെടുത്ത് മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 6 സ്ലൈസ് ബ്രെഡും ഇതുപോലെ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ കൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ബ്രെഡിന് ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചതച്ച മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്വാദിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ മിക്സിനെല്ലാം കൂടി നല്ലൊരു ബൈൻഡിങ് കിട്ടാനാണ് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അരിമാവോ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കട്ട്ലറ്റിനുള്ള കൂട്ട് ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ കൂട്ടിൽ നിന്നും ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളായി നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് കട്ട്ലറ്റിന്റെ രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ബ്രെഡ് പൊതിഞ്ഞെടുക്കാം. ഇത് നമ്മളിനി മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ കൂട്ടും ഇതുപോലെ ഒന്ന് ഉരുളകളായി ഉരുട്ടിയെടുത്ത് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇത് നമ്മൾ മുട്ടവെള്ളയിലേക്ക് മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിയേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് ഒന്ന് പൊതിഞ്ഞെടുത്താൽ മതിയാവും. ഞാനിവിടെ കട്ട്ലറ്റ് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്യാനായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എണ്ണ എപ്പോഴും നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഇതുപോലെ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഫ്ലെയിം എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കുകയും വേണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാൻ നിന്നാൽ കട്ട്ലറ്റ് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്.
ഇട്ടതിന് ശേഷം ഒരു ഭാഗം നന്നായി മൊരിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് മറിച്ചിടാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കട്ട്ലറ്റിന്റെ രണ്ട് ഭാഗവും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ കട്ട്ലറ്റുകളും നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. സാധാരണ കട്ട്ലറ്റിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഈ കട്ട്ലറ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.